ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കുന്ന പൊടിയാണ്. അപ്പോൾ നമ്മളത് വീട്ടിൽ റെഡിയാക്കിയതാണ്. എങ്ങനെയാണ്, അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഓട്സാണ്. ഓട്സ് 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സാധാ നമ്മുടെ ഓട്സ്. രണ്ടാമത് മൈദയാണ് ചേർക്കുന്നത്. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി സെയിം ക്വാണ്ടിറ്റി, നമ്മൾ ഓട്സ് എത്രയും എടുത്തോ അത്രയും അളവ് മൈദയും അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലാണേലും നല്ലതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. മധുരം വേണ്ടവർക്ക് ചേർക്കാം, മധുരമില്ലാതെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പിന് 1/2 കപ്പ് എടുക്കണം. ഞാൻ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ, വലിയ മധുരം വേണ്ടാത്തതുകൊണ്ട്. പിന്നെ കൊക്കോ പൗഡറാണ് ഈ എടുക്കുന്നത്. കൊക്കോ പൗഡർ താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് താല്പര്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. കൊക്കോ പൗഡർ 1/6 എന്ന കണക്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്താലും മതിയായിരിക്കും. പിന്നെ ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 2 ടേബിൾ സ്പൂണും ബേക്കിംഗ് സോഡ 2 ടീസ്പൂണുമാണ് എടുക്കുന്നത്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ കൊച്ചിന് ഹോസ്റ്റലിൽ കൊടുത്ത് വിടാനാണ്. അവർക്ക് വിശപ്പുള്ളപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഓർത്തത് വീഡിയോ ഇടാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് വിശക്കുമ്പം, ഈ ഷുഗറുള്ളവർക്കൊക്കെ പെട്ടെന്ന് വിശക്കുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പവുമാണ്. ഈവനിങ് സ്നാക്സായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്യാനുള്ള സമയം ലാഭിക്കുകയും ചെയ്യാം. അപ്പം ഞാനിതെല്ലാം മിക്സിയിലെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നല്ലപോലെ പൊടിച്ച് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് 2-3 ആഴ്ച വരെയും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ലായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ, അപ്പോൾ ഷുഗറുള്ളവർക്ക് മധുരം ഇല്ലാതെയും, പിള്ളേരുണ്ടെങ്കിൽ മധുരമുള്ള രീതിയിലും വെച്ചാൽ മതി. ഇതിനകത്ത് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ കൊണ്ട് വെക്കാനാണ്. ഒത്തിരി ദിവസം ഇരിക്കുമ്പം പാൽപ്പൊടി ചേർത്ത് അഴുക്കായി പോയെങ്കിൽ, ഇതാകുമ്പം ഇപ്പോൾ 2-3 ആഴ്ച ഇരുന്നാലും അഴുക്കാകത്തില്ല. പാൽപ്പൊടി ചേർത്ത് അത്രയും ദിവസം വെളിയിൽ വെക്കുന്നത് സേഫ് അല്ലായിരിക്കും. നമുക്കിപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 1 കപ്പ് മാവ് എടുത്താൽ 1.5 കപ്പ് പാൽ വേണമെങ്കിൽ പാൽ ചേർക്കാം. വെള്ളം ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പം പാൽ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ മുട്ട വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പം അതൊന്നും ആഡ് ചെയ്യുന്നില്ല, വെറും പാൽ മാത്രമാണ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒത്തിരി നേരം വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ കല്ലടുപ്പിൽ വെച്ചിട്ട് മാവ് മിക്സ് ചെയ്താലും മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയുമാണ്, നല്ല സോഫ്റ്റായിട്ട് കാണും. ഹെൽത്തിയാണ് ഇത്. നമ്മൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലോ പഞ്ഞപ്പുല്ല് ചേർത്താലോ ഇച്ചിരി കൂടെ ഹെൽത്തിയുമാണ്. ഡയറ്റിംഗ് ഇരിക്കുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന എളുപ്പമാണ്. നമ്മൾ മധുരം സ്കിപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ശർക്കര ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പഞ്ചസാര ഇട്ടാണെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് പൊടി ചുട്ടെടുക്കുമ്പം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ശർക്കരയാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ആദ്യം ബട്ടർ തൂക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇച്ചിരി നെയ്യാണ് പുരട്ടി കൊടുത്തത്. ഒന്നും തൂത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. പാൻ കേക്ക് ആയതുകൊണ്ട് അധികം പരത്തുകയൊന്നും വേണ്ട. നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് പരുവം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പാലോ വെള്ളമോ ചേർത്താലും കുഴപ്പമില്ല. ആ ദോശ പരുവത്തിന് വരണം. നമ്മളിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രോസസ്സൊന്നുമില്ല. പെട്ടെന്ന് ഒരു പാത്രം എടുക്കുക, സ്പൂൺ എടുക്കുക, പൊടി എടുക്കുക, മിക്സ് ചെയ്യുക, ദോശ ഇടുക, അത്രയും സമയമേ ആകത്തുള്ളൂ. കല്ല് ചൂടാകുന്ന സമയത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. വളരെ സിമ്പിളാണ്, പിള്ളേർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇച്ചിരി തേനൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ്. ഈവനിങ് സ്നാക്സിനൊക്കെ പറ്റിയ സംഭവമാണ്. നല്ല സോഫ്റ്റ് പാൻ കേക്ക് റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ പാൻ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി. 2-3 ആഴ്ചത്തേക്ക് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കമൻസൊക്കെ അയക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.